നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് 4 വീലർ ഓട്ടുമ്പം നമ്മൾ അതിൻ്റെ ഒരു ബേസ് അത് പഠിച്ചിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ വണ്ടിയുടെ കീ വരുന്നത്. ഇതിൽ ഇതാണ് അൺലോക്ക് വരുന്നത്, ഇത് ലോക്ക് വരും. പിന്നെ സൈലൻ്റ് ഉണ്ട്, ഡിക്കിയുടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വണ്ടി ഓപ്പൺ ചെയ്ത് കയറാം. അതായത് നമ്മൾ ഈ അൺലോക്കിൻ്റെ ബട്ടൺ ഞെക്കുന്നു, പിന്നെ ഡോറ് തുറക്കുന്നു. ഓക്കെ, നമ്മൾ കയറിയിരുന്ന പാടിന് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഏതൊരു വണ്ടിയിൽ കയറിയിരുന്നാലും അതിൻ്റെ സീറ്റ് നമ്മളെ ഒരു ലെങ്ത്ത്, നമ്മളെ കാല്, അതായത് ക്ലച്ച് എന്ന് പറയുന്ന സാധനം ഫുള്ളായിട്ട് ചവിട്ടണം. ക്ലച്ച് നമുക്ക് ഫുള്ളായിട്ട് ചവിട്ടുന്ന രീതിക്ക് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇവിടെയായിട്ടൊരു ലിവറുണ്ട്, ഈ ലിവർ പ്രസ് ചെയ്താൽ ബാക്കോട്ട് പോകും. അതായത് പറഞ്ഞാൽ ഇത് പ്രസ് ചെയ്തിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചാൽ സീറ്റ് ഫ്രണ്ടിലോട്ട് വരും. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട് ഈ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ മിററിലോട്ട് പോകും. അതായത് നമ്മുടെ വണ്ടിക്ക് ടോട്ടൽ 3 മിറർ വരുന്നുണ്ട്. അതായത് റൈറ്റ് സൈഡ് ഒരു മിറർ, പിന്നെ സെൻറ്ററിലൊന്ന്, പിന്നെ ലെഫ്റ്റ് സൈഡൊന്ന്. അപ്പം ഈ സെൻറ്ററിലുള്ള മിറർ എന്ന് വെച്ചാൽ നമ്മളെ ബേക്കിലത്തെ ആ ഒരു വ്യൂ കാണാനുള്ളതാണ്. അതേപോലെ തന്നെ ആ സൈഡിലെ ഒരു ചെറിയൊരു ഭാഗം കാണാൻ പറ്റും, ഒരു 30% കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലത് നമുക്ക് റോഡും വണ്ടിയുടെ സൈഡും എല്ലാം കൂടെ ഒരു 80% കാണാൻ പറ്റുന്നുണ്ട്, ബേക്കിലത്തെ റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മളെ ഈ സീറ്റിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ആ സൈഡും ഈ സൈഡും മിററിലൂടെ പുറകിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതും നമ്മൾ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. അതായത് വണ്ടി എടുക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇടണം. അതിന് നമ്മൾ ബെൽറ്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതല്ല ഇവിടെ ആയിട്ട് ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കണ്ടോ, ഈ ഒരു ലോക്കിൽ ഇത് കറക്റ്റ് ഈ ഒരു ലോക്കിൽ പ്രസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ലോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ കീ ഇടണം. അതായത് നമ്മൾ വണ്ടിയുടെ കീ ഇടുമ്പം നമ്മൾ കീ ഇട്ടതിന് ശേഷം ഒരു തിരി തിരിച്ചാൽ വണ്ടിയുടെ ഹാൻഡിൽ ലോക്കും ഇതൊക്കെ അൺലോക്കാവും. രണ്ടാമത്തെ തിരിയിലാണ് നമ്മുടെ മീറ്റർ കാര്യങ്ങൾ ഓണായി വരും. മീറ്ററും എല്ലാ വാണിങ്ങും കാര്യങ്ങളെല്ലാം കാണിച്ച് ഓയിലിൻ്റെയും ഇതൊക്കെ കാണിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത് തിരിക്കുമ്പോഴാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പക്ഷേ ഇപ്പോഴത്തെ വണ്ടിയുടെ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടായ കാര്യം അറിയാൻ പറ്റില്ല. ജസ്റ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടാണോ അറിയണമെങ്കിൽ ഇവിടെ കാണിക്കുന്ന മുമ്പ് കാണിച്ച വാണിംഗ് ഒന്നും കാണിക്കില്ല. ബാക്കി നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിട്ടുപോയുള്ള കാര്യങ്ങളാണ് കാണിക്കുക. ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാത്തതുകൊണ്ട് അവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പിളുണ്ട്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തപ്പോൾ ആ സിമ്പിൾ പോയി. ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ അത് പിന്നെയും വരും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ഇത് കാണിക്കും. സീറ്റ് ബെൽറ്റ് ഇട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ വണ്ടി ഓഫായി കഴിഞ്ഞോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഓഫായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ആ ഓയിലിൻ്റെയും എൻജിൻ്റെയും എല്ലാ സിമ്പിളും കാണിക്കും. അപ്പോൾ വണ്ടി ഓഫാണ്. ഓക്കെ, ഓഫായത് അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ ഫസ്റ്റ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. അതായത് ഇതൊരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ SMS എന്ന് പഠിച്ചാൽ മതി. അതായത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് ബെൽറ്റ്, അങ്ങനെ ഒരു ഓർഡറിലാക്കിയിട്ട് പഠിക്കാം. പിന്നെയുള്ള കാര്യം, ഇത് മറന്നു പോകല്ല. അതായത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലത്. അതിനു മുമ്പ് മിറർ കയറി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മിററിൻ്റെ പൊസിഷൻ മാറും. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടില്ല, ഇപ്പോൾ പുറകിലുള്ള ആ ഒരു ഇത് കിട്ടില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് മാറിപ്പോവാതെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടുന്ന് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നമ്മളെ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററായി.
അതേപോലെ തന്നെ ഒന്ന് താത്തിയിട്ടാൽ ഓഫായി. വീണ്ടും ഒന്ന് താഴോട്ടിട്ടാൽ റൈറ്റ് ഇൻഡിക്കേറ്ററായി. വീണ്ടും ഒന്ന് പൊക്കിയാൽ ഓഫായി. പിന്നൊന്ന് പൊക്കിയാൽ ലെഫ്റ്റ്, നടുവിൽ ഓഫ്. അതാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതിൽ തന്നെയാണ് ലൈറ്റിൻ്റെ സ്വിച്ചും വരുന്നത്. ലൈറ്റ്, പാർക്ക്, ബ്രൈറ്റ്, ലൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ ഗിയറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 5 ഗിയറാണ് വരുന്നത്. 5 ഗിയർ ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഗിയർ, 1 ഗിയർ ബാക്കിലോട്ട്. ടോട്ടൽ 6 ഗിയർ വരുന്നുണ്ട്. 6 ഗിയറിൽ 1 ഗിയർ പുറകിലോട്ട് പോകാനുള്ളത്, അതാണ് റിവേഴ്സ് ഗിയർ. അത് വണ്ടിയുടെ ഈ സൈഡിൽ നിന്ന് ബാക്കിൽ വന്ന് താഴോട്ടിട്ടാൽ 6ാമത്തെ ഗിയറായി, റിവേഴ്സിലായി. അതുപോലെ തന്നെ ഫസ്റ്റിലോട്ട് പോകുമ്പം നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് വേണം ഗിയർ മാറാൻ. ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഈ സൈഡിലോട്ട് വന്നിട്ട് മുകളിലോട്ട് പോയാൽ ഫസ്റ്റ്, അവിടെ നിന്ന് നേരെ നോട്ടിൽ വന്നിട്ട് പിന്നെയും സൈഡിലോട്ട് പോയി താഴോട്ട് പോയാൽ സെക്കൻഡ്. അവിടെ നമ്മൾ പിന്നെയും നോട്ടിലിട്ടാൽ നേരെ നോട്ടിന് നേരെ മുകളിലോട്ട് പോയാൽ തേർഡ്, നേരെ താഴോട്ട് പോയാൽ ഫോർത്ത്, പിന്നെ ഈ സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് പോയാൽ ഫിഫ്ത്ത്. ഓക്കെ, നമ്മൾ ഏത് ഗിയറിൽ നിന്ന് റിലീസ് ചെയ്താലും ന്യൂട്രലിൻ്റെ സെൻറ്ററിലാണ് വരിക. ഈ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് നേരെ മുകളിലോട്ട് തട്ടിയാൽ തേർഡാണ് പോവുക. സൈഡിലോട്ട് പിടിച്ചിട്ടിട്ടാൽ ഫസ്റ്റ് പോവുള്ളൂ. അത് നോക്കണം. കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് പിന്നെയും ഫസ്റ്റിലോട്ട് വിടുമ്പോൾ തേർഡിലോട്ടായി പോയില്ലേ. തേർഡിലോട്ട് പോകാണ്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ടിടണം, ഈ ഭാഗത്തോട്ട് തട്ടിയിടണം. ഓക്കെ, പിന്നെ ഇത് 3 ലെയറായിട്ട് വരുന്നതാണ്. ഈ നടുവ് കാണുന്ന ഫുള്ള് ന്യൂട്രലാണ്. മുകളിൽ 1, 3, 5, താഴെ 2, 4 റിവേഴ്സും. അപ്പോൾ ഈ നടുവിലത്തെ നിന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ വേണം മാറാൻ. തിരിച്ച് വന്നാലും ഇങ്ങനെ വേണം മാറാൻ. ഈ നടുവിൽ വന്നിട്ടാണ് മാറുന്നത്. അതാണ് നമ്മൾ ഡയറക്റ്റ് പോവല്. ഫസ്റ്റ് നിന്ന് ഫോർത്തിലോട്ട് ഇങ്ങനെ ഒന്ന് പോവല്. കറക്റ്റ് ന്യൂട്രൽ വന്നതിന് ശേഷം പോവാം. ഇതായിരിക്കും കുറച്ചുകൂടി നമുക്കറിയേണ്ട സ്റ്റിയറിങ്ങിൻ്റെയാണ്. ഇതിപ്പം സ്റ്റിയറിങ് ഉള്ളതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആണ്. വണ്ടി ഇപ്പം നമ്മുടെ സ്ട്രെയിറ്റ് ആണുള്ളത്. ടയർ നമ്മൾ നേരേക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഫുൾ ഓടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു എസ് ഇങ്ങനെ ഒരു തവണ നേരെ വന്നു, പിന്നെ രണ്ടാമത്തതിൻ്റെ പകുതി ഈ ഒടിയാവുമ്പം നമ്മുടെ വണ്ടി ഫുൾ ഒടിഞ്ഞു. തിരിച്ച് നേരെ ആണെങ്കിൽ ആദ്യത്തെ ഒരു എസ് വന്നു, പിന്നത്തെ ഒരു എസ് വന്നു. ഇതാണ് വണ്ടിയുടെ നേരെ. ഈ എസ് നേരെ നിൽക്കണം. ഈ ഒരു സ്ഥലം ഫ്രീയും ഈ ഒരു എസ് നേരെയായിരുന്നു വണ്ടി നേരെ, അതായത് 2 ഒടി. അതേപോലെ തന്നെ ലെഫ്റ്റ് ഒന്നുകൂടെ പകുതി പോയപ്പം ലെഫ്റ്റ് സൈഡ് ഫുൾ ഒടിഞ്ഞു. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഫുൾ ഒടിഞ്ഞു. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയി, നേരെ. ഇവിടെ ആയിട്ട് നമ്മുടെ 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് AC-യുടെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഫാനിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റും പിന്നെ നമ്മുടെ എയറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടായിട്ട് വരുമ്പം നമുക്കിവിടെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കയറ്റത്തിലൊക്കെ വണ്ടി വെച്ച് പോകുമ്പം അവിടെ നിന്ന് വണ്ടി സ്ലിപ്പായി പോകാണ്ടിരിക്കാനാണ് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ വലിച്ചിട്ടിട്ടാണുള്ളത്. ഇത് ഒന്ന് പൊന്തിച്ചിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഇടാം. ഇതാണ് റിലീസ്. ഇപ്പോൾ ഈ താഴോട്ട് കിടക്കണതാണ് റിലീസ് ആയിട്ടുണ്ടാവുക. ഹാൻഡ് ബ്രേക്കിലിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൊക്കിയിടുക. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് പൊക്കിയിട്ട് വേണം ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ. അല്ലാതെ പൊക്കാതെ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താൽ അത് താഴോട്ട് പോവില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് താഴോട്ടാക്കാം. അപ്പം ഈ കാണുന്ന ഇതാണ് വരുന്നത് ആക്സിലേറ്റർ. അതായത് ഈ സൈഡിൽ വലത്തേ സൈഡിലുള്ളതാണ് ആക്സിലേറ്റർ. അതിന് സെൻട്രലായിട്ടുള്ളതാണ് ബ്രേക്ക്. ഇതാണ് വണ്ടിയുടെ ക്ലച്ച് വരുന്നത്. നമ്മൾ ക്ലച്ച് എപ്പം ഫുള്ളായിട്ട് ചവിടണം. ഗിയർ മാറുമ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിടണം. അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിടണം. ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിക്കണം. ആക്സിലേറ്റർ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ്. അതായത് ഇതിൽ കാല് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും, ഇന്ന് കാലെടുത്താൽ സ്പീഡ് കുറയും. പിന്നെ നമ്മൾ ബ്രേക്കിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യാനും അതേപോലെ സ്റ്റോപ്പ് ചെയ്യാനും.
സ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ബ്രേക്ക് ചവിട്ടും. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈഡാക്കി ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ആവും. അപ്പം സ്ലോ ചെയ്യാനും ബ്രേക്ക് ഉപയോഗിക്കും, സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കും. അത് സ്ലോ ചെയ്യുമ്പം നമ്മൾ ലൈറ്റായിട്ടാണ് കൊടുക്കുക ബ്രേക്ക് അപ്ലൈ ചെയ്യാം. സഡനായിട്ട് ഒരിക്കലും ബ്രേക്ക് ചവിട്ടിൽ സ്ലോ ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ ക്ലച്ചിൻ്റെ യൂസ് നമ്മളെ വണ്ടി മൂവ് ചെയ്യാൻ നമ്മൾ ക്ലച്ചാണ് ഉപയോഗിക്കുക. നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ട് കഴിഞ്ഞ് ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പാടില്ല. ക്ലച്ച് നമ്മൾ മെല്ലെ റിലീസ് ചെയ്ത് വണ്ടിക്കൊരു വൈബ്രേഷൻ വരും. അതായത് വണ്ടി ഒന്ന് വണ്ടിയുടെ ഒരു ക്ലച്ചിൻ്റെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മുടെ വണ്ടിക്കൊരു ചെറിയൊരു ബൈറ്റിങ് ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ ബ്രേക്ക് എന്ന കാലിട്ട് റിലീസ് ചെയ്തിട്ട് വണ്ടി മൂവ് ആക്കുക. ഓക്കെ. നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടുക, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയർ മാറുന്നു. അതിനുശേഷം വണ്ടിയുടെ ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യുമ്പോൾ ഒരു വിറയൽ വരും. ആ വിറയൽ നമ്മൾ അതുവരെ ബ്രേക്കേ കാല് വെക്കണം. ആ വിറയൽ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് മെല്ലെ വണ്ടി മൂവ് ആവും. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാം. പിന്നെ നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്റർ റിലീസ് ചെയ്യാം, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലോട്ട് മാറുക, എന്നിട്ട് പിന്നെയും ക്ലച്ച് റിലീസ് ചെയ്യാം. ഈ ഫസ്റ്റ് ഗിയറിൽ മാത്രം നമ്മൾ പയ്യെ റിലീസ് ചെയ്താൽ മതി. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എടുക്കാം. ബാക്കി സെക്കൻഡിലും തേർഡിലും ഫോർത്തിലൊക്കെ നമ്മൾ ഗിയർ പെട്ടെന്ന് തന്നെ മാറിയിട്ട് ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യാം. അവിടെ ഈ പറഞ്ഞ പോലെ മെല്ലെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഫസ്റ്റ് മാത്രം നമുക്ക് ആ ഒരു ഫസ്റ്റിലത്തെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെല്ലെ റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ സൈഡിൽ കിടക്കുന്നതാണ് ആക്സിലേറ്റർ. അതായത് നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഈ ആക്സിലേറ്റർ ഉപയോഗിക്കും. അത് നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ അപ്പം വിരലില്ലേ, ഈ ഒരു വലിയ വിരൽ വെച്ചിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് വേണ്ട, ലൈറ്റായിട്ട് ഈ ഒരു വിരൽ വെച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ചവിട്ടുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ സ്പീഡ് കൂടും, കൊടുത്ത് നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. അതുപോലെ തന്നെ രണ്ടാമത് കിടക്കുകയാണ് ബ്രേക്ക്. ഇത് നമ്മൾ സ്ലോ ചെയ്യാനും ഉപയോഗിക്കും, സ്റ്റോപ്പ് ചെയ്യാനും ഉപയോഗിക്കും. അപ്പം സ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് ചവിട്ടും. സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ കുറച്ചുകൂടെ കാല് കൊടുക്കും. അപ്പം സൈഡാക്കിയതിന് ശേഷം മാത്രമാണ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. റോഡിൻ്റെ നടുവിലൊന്നും പിടിച്ചിട്ട് നമ്മൾ സഡനായിട്ട് ബ്രേക്ക് കൊടുക്കല്. സ്ലോ ചെയ്യുമ്പം ലൈറ്റായിട്ട് കാല് വെച്ചാൽ മതി. അതേപോലെ തന്നെ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് വേണം ഗിയർ മാറാൻ. അതേപോലെ തന്നെ കാല് നമ്മുടെ ഇവിടെ ഉറച്ചിരിക്കണം, സ്ലിപ്പായി പോലെ. അങ്ങനെ ചവിട്ടേണ്ട രീതിക്ക് നമ്മൾ സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരണം. പിന്നെ ഗിയർ മാറുമ്പോൾ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് വേണം ഗിയർ മാറാൻ. ബ്രേക്ക് ചവിട്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാതെ നമ്മൾ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ വണ്ടി അപ്പോൾ ഓഫ് ആവും, എഞ്ചിനിൽ കുത്തിയിട്ട് ഓഫ് ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മാറിപ്പോയില്ല, മറന്നും പോലെ. ഇത് ഓർഡറായിട്ട് തന്നെ ABC പഠിച്ചാൽ മതി. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അതങ്ങോട്ടൊന്നും മാറിപ്പോയില്ല. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വലത്തേക്കാൽ വെച്ചിട്ടാണ് നമ്മൾ ആക്സിലേറ്ററും ബ്രേക്കും യൂസ് ചെയ്യാം. ക്ലച്ച് ഇടത്തേക്കാൽ വെച്ച് ക്ലച്ച് മാത്രമാണ് നമ്മൾ ചവിട്ടാൻ പോകുന്നത്. അതൊരിക്കലും ഇങ്ങനെ മാറി ചവിട്ടില്ല. നമ്മൾ വലത്തേക്കാൽ വെച്ച് ബ്രേക്കും ആക്സിലേറ്ററും യൂസ് ചെയ്യും, ക്ലച്ച് വെച്ചിട്ട് ഇടത്തേക്കാൽ വെച്ചിട്ട് ക്ലച്ച് മാത്രം യൂസ് ചെയ്യും. ഓക്കെ. ഇടത്തേക്കാൽ നമ്മൾ ബ്രേക്കിലോട്ടും ആക്സിലേറ്ററും കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ വലത്തേക്കാൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചാക്കി ചവിട്ടാം. ബ്രേക്കിലേക്ക് കൊടുക്കാം, അതേപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കാം. നമ്മൾ ഗിയറിൽ ചേഞ്ച് വരുത്തുന്നതിൽ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഏത് ഗിയറിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്, അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. അത് നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ വണ്ടി മൂവ് ആക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഗിയറിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ പവറുള്ള ഗിയറെന്ന് വെച്ചാൽ, അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് വലിക്കാനുള്ളൊരു കപ്പാസിറ്റി ഫസ്റ്റ് ഗിയറിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറ്റത്തിലും അതേമാതിരി സ്റ്റാർട്ടിങ്ങിലെല്ലാം ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കും, അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറും. അപ്പം അത് കഴിഞ്ഞിട്ട് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും നമുക്ക് സ്പീഡിൽ പോകാനുള്ള ഗിയറുകളാണ് 5. അപ്പോൾ ഈ ഗിയറിലൊന്നും നമുക്ക് വണ്ടി മൂവ് ആക്കാനും നമുക്ക് വണ്ടി ഒരു നല്ലൊരു കയറ്റം കയറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ കയറ്റം കയറണമെങ്കിൽ അതിൻ്റേതായ സ്പീഡ് അത് ചെയ്യണം. അതായത് ഫോർത്ത് ഗിയറിലിട്ടാൽ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ആ കയറ്റം കയറ്റാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സ്പീഡ് മനസ്സിലാക്കണം.
വണ്ടിയുടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഡൗൺ ചെയ്യുന്നില്ലെങ്കിലും വണ്ടി ഓഫ് ആവും. അപ്പം നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എങ്ങനെയാണോ ഗിയർ ചേഞ്ച് ചെയ്ത് പോണേ അതേപോലെ തന്നെ സ്പീഡ് കുറയ്ക്കുമ്പോൾ റിവേഴ്സും അതേപോലെ തന്നെ വരണം. 5th ഫോറിൽ വരിക, 4ലാണെങ്കിൽ 3ഡിലോട്ട് വരിക, 3ഡിൽ വന്നിട്ട് 2ഡിലോട്ട് വരിക. സ്പീഡ് കുറയുന്നതിനനുസരിച്ച് അങ്ങനെ വരണം. അതായത് നമ്മൾ ഫസ്റ്റിൽ നമുക്ക് ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോകാം. സെക്കൻഡിലാക്കി കഴിഞ്ഞാൽ അതൊരു 20 കിലോമീറ്റർ സ്പീഡിൽ പോകാം. 3ഡിലോട്ട് ഇട്ടാൽ നമുക്ക് ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോകാം. അതേപോലെ തന്നെ 4ത്തിലിട്ടാൽ 40 കിലോമീറ്റർ സ്പീഡ് പോകും. അപ്പോൾ ഈ ഒരു സ്പീഡിൽ നമ്മൾ കയറി കഴിഞ്ഞ് നമ്മളൊരു 4th ഗിയറിൽ 40 കിലോമീറ്റർ സ്പീഡ് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ പെട്ടെന്നൊരു വണ്ടി ഫ്രണ്ടിൽ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ബ്ലോക്ക് വന്നു. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ സെക്കൻഡിലോട്ട് വന്നു, 3ഡിലോട്ട് വന്നു. എന്നിട്ട് നമ്മൾ വണ്ടി ചവിട്ടി നിർത്തണം, നമുക്ക് നിർത്താം. ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് വണ്ടി ചവിട്ടി നിർത്താം. എന്നിട്ട് പിന്നെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ആ സെക്കൻഡിൽ നമ്മൾ ഫസ്റ്റിലോട്ട് വരണം. ഫസ്റ്റിൽ വന്നതിന് ശേഷം മാത്രം വണ്ടി പിന്നെ മൂവ് ചെയ്യാം. സെക്കൻഡിൽ തന്നെ എടുക്കാൻ നിൽക്കല്, ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലോക്കില്ല, എന്നാലും നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. നമ്മളൊരു 40 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്, 4ാമത്തെ ഗിയറിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പം പെട്ടെന്ന് നമുക്കൊരു 30 ആക്കണം. അപ്പം നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി നമ്മൾ 30 ആക്കിയാലും നമ്മൾ ആ സ്പോട്ടിൽ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് 3ഡിലോട്ട് ഇടണം. അവിടെ നമ്മൾ സ്പീഡ് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രേക്ക് ചവിട്ടി നമ്മൾ സ്പീഡ് കുറച്ചാലും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യണം. 30ലാകുമ്പം 3ഡിലോട്ട് ആക്കുക, 20 കിലോമീറ്റർ സ്പീഡിലാകുമ്പം നമ്മൾ സെക്കൻഡിലോട്ട് ഇടുക. അത് നമ്മൾ വണ്ടിയുടെ സ്പീഡ് നോക്കിയിട്ട് നമ്മൾ തന്നെ ചേഞ്ച് ആയി കൊടുക്കണം. ഓക്കെ, ഇതും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു 3ഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിലോട്ട്, എന്നിട്ട് സെക്കൻഡിൽ നമ്മൾ ആ ബ്ലോക്കിലോട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടി നിർത്തേണ്ട ആവശ്യം വന്നു. ഫ്രണ്ടിൽ വണ്ടി ബ്ലോക്കാണല്ലോ, അപ്പോൾ നമ്മൾ സെക്കൻഡിലിട്ട് നിർത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലിടും, എന്നിട്ടാണ് മൂവ് ചെയ്യുക.